മാളു, നിനക്ക് PVC ആധാർ കാർഡിന് വേണ്ടിയിട്ട് നമുക്ക് തന്നെ സ്വന്തമായി എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് എന്ന് അറിയാമോ? PVC ആധാർ കാർഡോ? അതൊക്കെ അക്ഷയയിൽ പോയിട്ടല്ലേ ചെയ്യാൻ കഴിയത്തുള്ളൂ. നമുക്ക് അതൊന്നും സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയത്തില്ലല്ലോ. ആര് പറഞ്ഞു മാളൂസേ? ഇതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനുവേണ്ടി അക്ഷയൊന്നും പോയിട്ട് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. ഞാൻ നിനക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്ന് PVC ആധാർ കാർഡിന് വേണ്ടി നമുക്ക് തന്നെ അപ്ലൈ ചെയ്യുന്നതെന്ന്. നോക്കൂ. ഓ അതെയോ, എങ്കിൽ പെട്ടെന്ന് പറഞ്ഞതാ ചേട്ടാ. എനിക്കും PVC ആധാർ കാർഡിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം. ഞാൻ അക്ഷയയിൽ പോകാൻ സമയമില്ലാത്തത് കൊണ്ട് ചെയ്യാതെ ഇരിക്കുവാണ്. പ്ലീസ് പഠിപ്പിച്ചതാ. ഓക്കെ, ഞാനത് നിനക്ക് പഠിപ്പിച്ചു തരാം. PVC ആധാർ കാർഡിന് വേണ്ടി ഓൺലൈനിൽ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നീ അതുപോലെ ശ്രദ്ധിച്ച് കാണുക. അതിനുവേണ്ടി നമ്മൾ ഗൂഗിളിൽ പോയി UIDAI എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അവിടെ ഫസ്റ്റ് തന്നെ മുകളിൽ കാണാം uidai.gov.in. അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് മാളു, അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർക്കുക. നമ്മുടെ കയ്യിൽ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ നമ്പർ ഉണ്ടായിരിക്കണം. കാരണം ആ നമ്പറിലോട്ട് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP നമ്മളിവിടെ അടിച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാൻ കഴിയത്തുള്ളൂ. അത് ഓർത്ത് വെക്കുക. അതുപോലെ 50 രൂപയാണ് ഈ PVC ആധാർ കാർഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി നമുക്ക് വരുന്ന ചിലവ്. ഓ അതെയോ, ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. പിന്നെ 50 രൂപ മാത്രമേ ചാർജ് ഉള്ളൂ അല്ലേ? ഞാൻ വിചാരിച്ചു ഇതിന് കൂടുതൽ പൈസ ഉണ്ടാകുമെന്ന്. ഇപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് കാണുക. ഗൂഗിളിൽ പോയി UIDAI എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മുകൾ ഭാഗത്തായി കാണാം uidai.gov.in. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസിലോട്ടാവും നമ്മൾ എത്തുന്നത്. ഇവിടെ നിങ്ങൾക്ക് മുകൾ ഭാഗത്ത് ലെഫ്റ്റ് സൈഡ് കാണാം മൈ ആധാർ. അത് ക്ലിക്ക് ചെയ്യുക. അതിന് താഴെ ഭാഗത്ത് നിങ്ങൾക്ക് കാണാം ഓർഡർ ആധാർ PVC കാർഡ്. അത് ക്ലിക്ക് ചെയ്യുക. അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാൻ നമ്മളിവിടെ ലോഗിൻ ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ എൻ്റർ ആധാർ എന്ന് കാണാം. അവിടെ നമ്മുടെ 12 അക്ക ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന ക്യാപ്ച ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ക്യാപ്ച ടൈപ്പ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ക്യാപിറ്റലും സ്മോൾ ലെറ്ററും അത് അവിടെ കൊടുത്ത പോലെ തന്നെ നോക്കിയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. മാറിപ്പോകരുത്. അതിനുശേഷം സെൻഡ് OTP എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP ഇവിടെ എൻ്റർ OTP എന്ന് കാണുന്ന അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. OTP ടൈപ്പ് ചെയ്ത ശേഷം അവിടെ ലോഗിൻ ബട്ടൺ തെളിഞ്ഞു വരുന്നതാണ്. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതുപോലൊരു പേജിലോട്ടാവും എത്തിച്ചേരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് ഡൗൺലോഡ് ആധാർ. അത് നിങ്ങൾ സാധാരണ നോർമലായിട്ടുള്ള ആധാർ കാർഡാണെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് PVC ആധാർ കാർഡിന് വേണ്ടിയാണെങ്കിൽ ഓർഡർ ആധാർ PVC കാർഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. രണ്ടാമത്തെ കാണിക്കുന്നത്. PVC ആധാർ കാർഡിന് വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ നമ്മുടെ ആധാർ കാർഡിൻ്റെ സാമ്പിൾ കോപ്പി ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ജസ്റ്റ് അതൊക്കെ ചെക്ക് ചെയ്തു എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടോ എന്ന് കൺഫേം ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. PVC ആധാർ കാർഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി 50 രൂപ ചാർജ് ഈടാക്കുന്നതാണ്. അതാണ് ഇവിടെ കാണിക്കുന്നത്. താഴെ കാണുന്ന ബോക്സിൽ ടിക്കറ്റ് കൊടുത്ത് അടുത്ത പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകാവുന്നതാണ്. ടിക്കറ്റ് കൊടുക്കുക. മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക.
അടുത്തതായി പേയ്മെൻറ്റ് ഓപ്ഷനിലോട്ട് പോയിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ പേയ്മെൻറ്റ് ഏത് വഴിയാണ് നിങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നത് എന്ന് വിചാരിച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ UPI വഴിയാണ് UPI, Paytm വഴി ചെയ്യാവുന്നതാണ്, നെറ്റ് ബാങ്കിങ് വഴി ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം പേയ്മെൻറ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിനുശേഷം നിങ്ങളുടെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്നൊരു മെസ്സേജ് വരുന്നതാണ്. ഓർഡർ ചെയ്ത് 20 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആധാറിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിലോട്ട് പോസ്റ്റൽ വഴി നിങ്ങളുടെ ആധാർ കാർഡ് ലഭിക്കുന്നതായിരിക്കും. മോളു, ഇപ്പോൾ നീ പഠിച്ചില്ലേ PVC ആധാർ കാർഡ് എങ്ങനെയാണ് നമ്മൾ സ്വന്തമായിട്ട് ഓർഡർ ചെയ്യുന്നതെന്ന്? ഇത് നീ നിന്റെ കൂട്ടുകാർക്കും പറഞ്ഞു കൊടുക്കൂ. തീർച്ചയായും ചേട്ടാ, ഞാനിത് എൻ്റെ കൂട്ടുകാർക്കും PVC ആധാർ കാർഡ് എങ്ങനെയാണ് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യുന്നത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നതായിരിക്കും. എന്നെ പഠിപ്പിച്ച ചേട്ടന് നന്ദി. ഓക്കെ മോളു. ഓക്കെ ചേട്ടാ, ഇതുപോലത്തെ അറിവ് ഇനിയും പറഞ്ഞു തരുമെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ പിന്നെ കാണാം. ഓക്കെ, ബൈ. ബൈ മോളു. താങ്ക് യു ഒന്നും വേണ്ട മോളു. പറ്റുമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്.